നിങ്ങൾ സ്റ്റോക്ക് മാർക്കറ്റിൽ പണം നഷ്ടപ്പെടുത്തിയവരാണോ? ഇപ്പോഴും കൺസിസ്റ്റന്റായ പ്രോഫിറ്റിലേക്ക് നിങ്ങൾക്ക് എത്താൻ കഴിയുന്നില്ലേ? എങ്കിൽ ഞങ്ങൾ തരുന്ന മാർഗനിർദ്ദേശങ്ങൾക്കനുസരിച്ച് ട്രേഡ് ചെയ്യാൻ തയ്യാറാണെങ്കിൽ താഴെ ലിങ്കുണ്ട്, ഞങ്ങളോടൊപ്പം കൂടാം. ഓർക്കുക, നഷ്ടപ്പെട്ട വേഗത്തിൽ കിട്ടിക്കൊള്ളണമെന്നില്ല, എങ്കിലും നമ്മൾ തിരിച്ചു പിടിച്ചിരിക്കും. എല്ലാവർക്കും നമസ്കാരം. വേൾഡ് മാർക്കറ്റ് ട്രെൻഡോടുകൂടെ ഇൻവെസ്റ്റേഴ്സ് കൂടെ കളത്തിലിറങ്ങിയപ്പോൾ ഇതാദ്യമായി സെൻസെക്സ് 76,000 കടന്നിരിക്കുകയാണ്. 76,009 വരെ പോയി. നിഫ്റ്റി ആട്ടെ ഇന്ന് 153 പോയിൻ്റാണ് മുകളിൽ പോയത്. 23,110 വരെ എത്തി. അതിനുശേഷം സെൻസെക്സും അതേപോലെ നിഫ്റ്റിയും ചെറിയൊരു മൈനസിലാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. ഏഷ്യൻ മാർക്കറ്റുകളെല്ലാം തന്നെ പോസിറ്റീവിലാണ്. പക്ഷേ വിദേശ നിക്ഷേപ സ്ഥാപനങ്ങൾ രാജ്യത്തെ മാർക്കറ്റിൽ നിന്ന് സെല്ലിംഗ് ചെയ്തു പോകുന്ന ആ ട്രെൻഡ് വെള്ളിയാഴ്ചയും കാണപ്പെട്ടു. വെള്ളിയാഴ്ച മാത്രം 944 കോടി രൂപയുടെ ഷെയറുകളാണ് അവർ വിറ്റൊഴിഞ്ഞത്. വരും ദിവസങ്ങളിൽ മാർക്കറ്റിൻ്റെ ഗതി എന്താണെന്ന് വെച്ചാൽ, BJP ഒറ്റകക്ഷി ഭൂരിപക്ഷം നിലനിർത്തിയാൽ സർക്കാർ നയങ്ങളുടെ തുടർച്ച ഉണ്ടാകുമെന്ന വിശ്വാസം മാർക്കറ്റിലുണ്ടാവും. അതുകൊണ്ട് തന്നെ നിലവിലെ ഈ ഒരു പോസിറ്റീവ്നെസ് തുടരാനാണ് സാധ്യത. ഇനി BJPക്ക് ഒറ്റയ്ക്ക് ഭൂരിപക്ഷം ലഭിക്കാതിരിക്കുകയോ NDAയുമായി ചേർന്ന് സർക്കാർ രൂപീകരിക്കുകയോ ചെയ്താൽ ഈ ഒരു തരത്തിലുള്ള സാമ്പത്തിക മുന്നേറ്റം പ്രതീക്ഷിച്ചതിലും സ്ലോവിലായിരിക്കും. അത് മാർക്കറ്റിലും ഒരു ആത്മവിശ്വാസം നഷ്ടമായി മൈനസിലേക്ക് പോകാം. ഇനി NDAക്ക് ഭൂരിപക്ഷം ലഭിക്കാതിരുന്നാൽ മാർക്കറ്റിൽ അനിശ്ചിതത്വമാണ് ഉണ്ടാവുക. പുതിയതായി വരുന്ന സർക്കാരിൻ്റെ സാമ്പത്തിക പരിഷ്കാരങ്ങൾക്ക് കുറച്ചൊക്കെ കാലതാമസം ഉണ്ടാകും. അതുവരെ മാർക്കറ്റ് ഒരു കൺസോൾട്ടേഷൻ അല്ലെങ്കിൽ ഒരു സൈഡ് വേയിലൂടെ ആയിരിക്കും പോകുക. മാത്രമല്ല ചുരുങ്ങിയ ദിവസങ്ങൾ കൊണ്ട് ചെറിയൊരു ക്രാഷും അനുഭവപ്പെടാം. ഇന്ത്യ സഖ്യം അധികാരത്തിൽ വന്നാൽ പെട്ടെന്നുള്ള നയം മാറ്റങ്ങൾക്ക് സാധ്യതയുള്ളതിനാൽ മാർക്കറ്റിൽ എന്തായാലും അനിശ്ചിതത്വം ഉണ്ടാവും. നമ്മൾ ഇന്നലെ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നില്ല. വെള്ളിയാഴ്ച ട്രേഡ് ചെയ്യാൻ കൊടുത്ത 2 സ്റ്റോക്കുകൾ, ഒന്ന് ഹാവൽസ് ആയിരുന്നു. ഹാവൽസ് 1858 ബൈ എൻട്രി, 1851 ഓപ്പൺ ചെയ്തുകൊണ്ട് അതിലൊരു എൻട്രി ലഭിച്ചു. 1910 വരെ, 1910 1925 വരെ പോയിട്ടുണ്ട്. അന്ന് നമുക്ക് 1874 1867 2 ടാർഗറ്റായിരുന്നു. അതിന് മുകളിൽ പോവുകയാണെങ്കിൽ നമ്മൾ പ്രോഫിറ്റ് ബുക്ക് ചെയ്യേണ്ട രൂപം പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിൽ പ്രോഫിറ്റ് ബുക്ക് ചെയ്തിട്ടുണ്ടാവും എന്ന് വിചാരിക്കുകയാണ്. രണ്ടാമത്തെ സ്റ്റോക്ക് ഗുജറാത്ത് ഗ്യാസ് ലിമിറ്റഡ് ആയിരുന്നു. 569 എൻട്രി പറഞ്ഞിരുന്നത്. 560 ഓപ്പൺ ചെയ്ത മാർക്കറ്റ് ഗുജറാത്ത് ഗ്യാസ് 567 അന്ന് ഹൈ ക്രിയേറ്റ് ചെയ്തത്. അതുകൊണ്ട് നമുക്ക് അതിലൊരു എൻട്രി ലഭിച്ചിട്ടില്ല. ഓക്കെ, നമുക്ക് നാളേക്കുള്ള 2 സ്റ്റോക്കുകൾ ഏതൊക്കെയാണെന്ന് നോക്കാം. ആദ്യത്തേത് SBIN ആണ്. SBIN ഈ ഒരു ബോക്സിൻ്റെ ഉള്ളിൽ കുറേയായി സഞ്ചരിക്കാൻ തുടങ്ങിയിട്ട്. ഇത് നാളെ ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ 842 നമുക്കൊരു ബൈ എൻട്രി പോകാം. 836 സ്റ്റോപ്പ് ലോസ് വെക്കണം. 848 851 എന്നിങ്ങനെ ടാർഗറ്റുകൾ വയ്ക്കാവുന്നതാണ്. അടുത്തത് AU ബാങ്കാണ്. AU സ്മോൾ ഫിനാൻസ് ബാങ്ക്. അതിലും ഒരു ബൈ എൻട്രിയാണ് നമുക്ക് പോസിബിളായിട്ടുള്ളത്. 642 നമുക്ക് ബൈ ചെയ്ത് പോകാം. 637 സ്റ്റോപ്പ് ലോസ് വയ്ക്കാം. 647 650 എന്നിങ്ങനെ ടാർഗറ്റുകൾ കീപ്പ് ചെയ്യാവുന്നതാണ്. ഈ 2 സ്റ്റോക്കുകളും നിങ്ങളുടെ വാച്ച് ലിസ്റ്റിൽ ആഡ് ചെയ്യാം. ട്രേഡുകൾ എടുക്കുന്നതിന് മുമ്പ് നിങ്ങൾ സ്വന്തമായി അനലൈസ് ചെയ്തുകൊണ്ട് എടുക്കാൻ ശ്രമിക്കുക. ഞങ്ങളുടെ വീഡിയോ എഡ്യൂക്കേഷൻ പർപ്പസിന് വേണ്ടി മാത്രമാണ്. ഇനി നിഫ്റ്റി, ബാങ്ക് നിഫ്റ്റിയുടെ സപ്പോർട്ട് ആൻഡ് ലെവൽസ് നോക്കാം. നിഫ്റ്റി 22,931 സ്പോട്ട് റേറ്റ്. 22,908 ആയിരിക്കും ഇമ്മീഡിയറ്റ് സപ്പോർട്ട്. 22,871 22,675 എന്നിങ്ങനെ സപ്പോർട്ടുകൾ വയ്ക്കാം. 23,110 ഫസ്റ്റ് റെസിസ്റ്റൻസ്. 23,145 ആയിരിക്കും. അതിന് മുകളിൽ പോയാൽ 23,200 എന്നിങ്ങനെ റെസിസ്റ്റൻസുമാകാൻ സാധ്യതയുണ്ട്. നമുക്ക് ബാങ്ക് നിഫ്റ്റി നോക്കാം. ബാങ്ക് നിഫ്റ്റി 49,280 സ്പോട്ട് റേറ്റ്. 49,248 ആയിരിക്കും ഇമ്മീഡിയറ്റ് സപ്പോർട്ട്. 49,122 സെക്കൻഡും 49,052 തേർഡ് സപ്പോർട്ടുമാവാൻ സാധ്യതയുണ്ട്. 49,530 ഫസ്റ്റ് റെസിസ്റ്റൻസ് ആയിരിക്കും. 49,608 സെക്കൻഡും 49,688
തേർഡ് റെസിസ്റ്റൻസുമായിരിക്കും. ഓക്കെ, മറ്റൊരു വീഡിയോയുമായി നാളെ കാണാം. ഞങ്ങളുടെ ടെലഗ്രാം ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് താഴെ ലിങ്ക് ഉണ്ട്, ജോയിൻ ചെയ്യാം.